ശ്രീ സി കെ വിദ്യാസാഗർ, ഇവിടെ ഈ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ശക്തമായ ഘടകകക്ഷിയായി നിൽക്കുമെന്ന് പറയുന്നു. എന്തു വാഗ്ദാനം നൽകിയാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്കൊപ്പം തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. 4 മുതൽ 8 സീറ്റ് വരെ കിട്ടാം, അതിൽ ഒരു BDJS MP ഉറപ്പായും ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങളാണ് ഒരു വശത്ത് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഭംഗ്യന്തരേണ വെള്ളാപ്പള്ളിയും അത് സമ്മതിക്കുന്നു, NDAയ്ക്കായിരിക്കും മെച്ചമുണ്ടാവുക എന്ന്. ഇടതുപക്ഷത്തിന് ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്നും. അച്ഛനും മകനും എന്തുകൊണ്ടാണ് ഈ 2 അധികാര കേന്ദ്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമീപനമെടുക്കുന്നത്? ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ബേസിക്കലി. പിന്നെ മനോരാജ്യത്തിൽ ഈ എന്തിനൊരു അർദ്ധരാജ്യം സ്വപ്നം കാണുന്നു എന്ന് സൂചിപ്പിച്ചതുപോലെ, എന്ന് പറയുന്നത് പോലെ തുഷാർ വെള്ളാപ്പള്ളിക്ക് എത്ര വേണമെങ്കിലും സ്വപ്നങ്ങൾ കാണാനുള്ള അവകാശമുണ്ട്, അതിൽ ഞാൻ ഖണ്ഡിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറെ പ്രതിഷേധകരമായ ഒരു പ്രവർത്തന ശൈലിയിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ BJPയുടെ തൊഴുത്തിൽ SNDP യോഗത്തെ കൊണ്ട് കെട്ടുവാനുള്ള പരിശ്രമത്തിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും കൂടി പരിശ്രമിച്ചപ്പോൾ തന്നെ ഞങ്ങളെപ്പോലുള്ളവർ ആ സംരംഭം അത് തെറ്റാണ്, ശരിയല്ല, അതല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് വേണം ഇതിൻ്റെ ഔദ്യോഗികമായ സ്ഥാനങ്ങൾ വഹിക്കാൻ എന്ന് പറഞ്ഞതാണ്. അതോടൊപ്പം ഇന്നിപ്പോൾ കഴിഞ്ഞ 4-4.5 കൊല്ലമായിട്ട് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യഥ, അദ്ദേഹത്തെ ഒന്നും വളർത്താൻ BJPക്കാർ തയ്യാറാവില്ല എന്ന് ഞങ്ങളെപ്പോലുള്ളവർ അന്നേ പറഞ്ഞു. ബോൺസായി ചെടി പോലെ അദ്ദേഹത്തെ വളർത്താനല്ലാതെ SNDP യോഗത്തിൻ്റെ നേതാവായിരുന്നു കൊണ്ട് അല്ല BDJSൻ്റെ പാർട്ടി ഉണ്ടാക്കി ആ BDJS നേതാവിനെ വലിയ ആളാക്കാനായിട്ട് BJPക്കാർ തയ്യാറായാൽ പിന്നെ BJPയിലേക്ക് എവിടെ നിന്ന് ആളെ കിട്ടും? BJPയിലേക്ക് ചേരുന്നതിന് പകരം BDJSലേക്ക് ചേർന്നാൽ പോരെന്ന് താല്പര്യമുള്ള ഈഴവർ ചിന്തിക്കൂലേ? അതുകൊണ്ട് ഒരിക്കലും തുഷാർ വെള്ളാപ്പള്ളിയെ വളർത്താനാണെങ്കിൽ ഇതിനോടകം എത്രയോ അവസരങ്ങളുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നങ്ങളൊക്കെ അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് നടക്കാൻ വിഷമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രാഷ്ട്രീയമായിട്ട് ഇവിടെ നേട്ടമുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ശബരിമല ഇഷ്യൂവിലെ വൈകാരിക വിഷയത്തിൽ BJPക്ക് കുറച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെയും അതുപോലെ ഒരു യാഥാസ്ഥിതിക മനോഭാവം ബലമായി പിടിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുടെയും ഒക്കെ ഒരു 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 സഹാനുഭൂതി നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അത് അത്രമേൽ വ്യാപകമായിട്ട് കിട്ടാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അതോടൊപ്പം പിണറായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ട്, ഈ സ്ത്രീ സമത്വം, അതുപോലെ ആചാരങ്ങളുടെ പുറകെ ഈ കേരള സമൂഹത്തെ എല്ലാ കാലത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ആ നിലപാട് ആൾ ദൈവങ്ങളും കുറച്ച് തന്ത്രിമാരും കുറച്ച് പഴയ രാജാക്കന്മാരും വിചാരിച്ചാൽ കേരള സമൂഹത്തിൻ്റെ ദിശാബോധം നിർണ്ണയിക്കാനുള്ള അവകാശം അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ സാമൂഹ്യ ദിശാബോധം നിശ്ചയിക്കേണ്ടത് അത്തരക്കാരുടെ കൈകളിലുള്ള അധികാരങ്ങൾ വിനിയോഗിച്ചോ അല്ലെങ്കിൽ ഉണ്ടെന്ന് സങ്കല്പിക്കുന്ന അധികാരം വിനിയോഗിച്ചോ അല്ല എന്നെടുത്തിരിക്കുന്ന ആ നിലപാട് പുരോഗമന ഇച്ഛുക്കളായിട്ടുള്ള കേരള സമൂഹത്തിലെ, ഹിന്ദു സമൂഹത്തിലെ, കേരള സമൂഹത്തിലെ, പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകളും അതിനോട് പിൻബലം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ വളരെ 2 ആഴ്ച കൊണ്ട് വിദ്യാസാഗർ, അങ്ങനെയെങ്കിൽ ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട ആചാരത്തിന്റെ പ്രശ്നത്തിലാണല്ലോ ഇപ്പോൾ ഈ തർക്കം നിൽക്കുന്നത്. തർക്കമേ ഇല്ലാത്തൊരു കാര്യം എന്ന് വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. അതെന്തുകൊണ്ടാണ് ഈ സർക്കാരിന് ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയാത്തത്? അദ്ദേഹം പറയായിരുന്നു, തൃശ്ശൂരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ധാരാളം ആനകളുണ്ട്, ഒരാനയുടെ പിണ്ടം എടുക്കാനുള്ള ചുമതല പോലും, ജോലി പോലും ഒരു പിന്നാക്കക്കാരന് നൽകാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ ഈ പറയുന്ന ശാന്തി നിയമനത്തിൽ അധസ്ഥിതർക്കും പോകാം എന്നൊരു നിലപാട് ഈ സർക്കാർ വിപ്ലവകരമായി എടുത്തു എന്ന് പറയുന്നു. അതിൻ്റെ അനുഭവം എന്താണ്? 3 ഇവർ ചെന്നു ഈ ഉത്തരവുമായി. പക്ഷേ ബ്രാഹ്മണർ മതി അവിടെ ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ, പൂജാതി കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞ് ഒരു സമ്മർദ്ദമുണ്ടായപ്പോൾ അവർക്ക് ആ ശാന്തിപ്പണി ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങീ പറയുന്ന പുരോഗമനേച്ഛുക്കളാണ് നിൽക്കുന്നത്. ഈ ശബരിമല പോലെ ഒരു സംഘടിത സ്വഭാവമല്ല, കൊച്ചിയിലെ കാര്യമാണ് പറഞ്ഞത്. കൊല്ലത്ത് വിളക്കെടുക്കാനുള്ള അനുവാദം ഈ വിഭാഗത്തിലുള്ളവർക്കില്ല എന്ന് ഇന്ന് അദ്ദേഹം കൊല്ലത്താണ് മാധ്യമങ്ങളെ കണ്ടത്, അവിടുത്തെ സാഹചര്യം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് സ്ഥിതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ഓഫീസർ ഇല്ല പിന്നോക്കക്കാരനായി. അവിടെ ഒരു സെക്കൻഡ് അവിടെയാണ് 10% സാമ്പത്തിക സംവരണം കൂടെ നടപ്പാക്കുന്നത്. ഹിന്ദുക്കൾ മാത്രമുള്ളൊരു സ്ഥലത്തും 96% മുന്നാക്കർക്ക് മാത്രം ഇതിനോടകം
സ്ഥാനങ്ങൾ കിട്ടിയിട്ടുള്ളിടത്തുമാണ് ഈ 10% സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നത്. ശബരിമല പോലെ വലിയ കയറ്റമൊന്നും വേണ്ടാത്ത ഈ കാര്യത്തിൽ എന്തേ ഇങ്ങനെ ഒരു ഇറക്കം? വേണു പറഞ്ഞ വിഷയങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന കൊടിയ അനീതികളെക്കുറിച്ച് ഞങ്ങളെല്ലാം നല്ലവണ്ണം ബോധ്യമുള്ളവരാണ്. LDF സർക്കാരും പിണറായി വിജയനും ആ വിഷയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ ഞങ്ങളെപ്പോലുള്ളവർ നല്ലവണ്ണം എതിർത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളാണ്. ആ നിലപാടുകൾ മാറ്റപ്പെടേണ്ടതാണ് എന്ന് ശക്തമായി എല്ലായിടത്തും അഭിപ്രായം പറയുന്നവരുവാ. അതുമാത്രമല്ലല്ലോ, ഇപ്പോൾ KAS നടപ്പാക്കാൻ പോകുന്ന സംവരണം, ആ സംവരണം ഈ രാജ്യത്തെ പിന്നോക്കക്കാർക്ക് 50% സംവരണം കിട്ടാനുള്ളതിനെ കുറവ് ചെയ്യുന്നതാണ്. തീർച്ചയായും അതൊക്കെ സാമൂഹ്യ നീതിയുടെ തത്വശാസ്ത്രത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. അത് തിരുത്താൻ LDF സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും നിയമ നടപടികളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അടിസ്ഥാനപരമായി ഞങ്ങൾ നിൽക്കുന്ന ആ നിലപാട് ഈ സർക്കാർ ഹിന്ദു വിഭാഗത്തിൽ ഏതാണ്ട് 28% വരുന്ന പിന്നാക്കക്കാർക്കെതിരാണ്. അങ്ങനെയല്ലേ അത് നേർക്കുനേർ പറയുമ്പോൾ വരേണ്ട ഭാഷ? ഈ സർക്കാർ പിന്നോക്കക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന വിധത്തിലാണ് വാസ്തവത്തിൽ ദേവസ്വം ബോർഡ് സംവരണം നടപ്പാക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അത് തെറ്റാണ്. പിന്നെ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരവസ്ഥാവിശേഷം കൊണ്ട് രൂപപ്പെട്ട ഈ 96% എന്ന് പറയുന്ന പ്രാതിനിധ്യത്തെ കുറെയെങ്കിലും കുറയ്ക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനായിട്ട് പരിശ്രമിക്കുന്നതിൽ ഞങ്ങൾ അവരോട് കൂട്ടത്തിലുണ്ട്. കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഈ സർക്കാർ തീരുമാനിച്ചതായി ഞങ്ങളുടെ ആരുടെയും അറിവിലില്ല സാർ. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് KASന് വേണ്ടി വന്നാൽ പ്രാതിനിധ്യം കുറഞ്ഞാൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുമെന്നൊക്കെ മുഖ്യമന്ത്രി പറയേണ്ടേ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അപ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്, സ്വീകരിക്കാൻ കഴിയുന്നതുമല്ല. ശബരിമലയിൽ തന്നെ മേൽശാന്തി നിയമനത്തിന് ഇപ്പോഴും മലയാള ബ്രാഹ്മണന്റെ അപേക്ഷയുണ്ടെങ്കിൽ മാത്രമല്ലേ സ്വീകരിക്കുള്ളൂ. അല്ലാതെ പിന്നോക്കക്കാരന് ഏത് പരീക്ഷയും തന്ത്രവിദ്യയും പഠിച്ചാലും പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതെല്ലാം ഈ ആചാരബദ്ധമായി കിടക്കുന്ന ആരോട് പറയുന്നതാണ് എന്ന് നിങ്ങളാണ് ആലോചിക്കുന്നത്. ആരോട് പറയുന്നു നിങ്ങൾ ആലോചിക്കുക. അതിനുള്ള മാറ്റത്തിലുള്ള വഴി നിൽക്കുന്ന ചാലുകളായിട്ടാണ് സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ കാണുന്നത്. ശരി.